നമ്മളെ പണി എന്തായാലും നല്ല മംഗളകരമായി തുടങ്ങട്ടെ. ഞാനും വിചാരിച്ചു എയർ ഫിൽറ്റർ എങ്ങാനും കാണാതായിരുന്നു. ഇത് നോക്കിയ മോസിയെ, ഇത് കാലിയാണ്. ഇന്ത്യയിൽ എന്ത് ഇനി ഇതിന്റെ പഴയ സാധനം ക്യാപ്പ് എടുത്ത് ഊരി ഒഴിവാക്കിയതിനു ശേഷം പുതിയ സെറ്റ് ആക്കുന്നുണ്ട്. പുതിയ സാധനം തളങ്ങണ്. ഇതിന്റെ ഉള്ളിൽ കത്തിക്കണ പെട്രോള്. നമ്മളേതായാലും സാധാ സ്പാനർ ഇട്ടാണ്ട് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ അത് എക്സ്റ്റൻഷൻ ഇട്ടിട്ട് കൂടെ പൊട്ടിപ്പോയി. അതാ ഇന്ന് ചാടും, പക്ഷെ ഫുള്ളായിട്ട് പോരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റേഡിയേറ്ററും ഈ ഒരു സാധനം എല്ലാം കൂടെ ഒരു പ്രഷറൈസ്ഡ് സിസ്റ്റമാണ്. നമ്മൾ ഈ കൂളന്റ് ചോർത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് 1.2 ലിറ്ററിന്റെ ബോട്ടിൽ ഏകദേശം 1 ലിറ്ററോളം കിട്ടി. തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നമ്മളിപ്പോ പുതിയ വെള്ളം ഒഴിച്ചല്ലോ, ആ വെള്ളമാണ് നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അതിന്റെ ഒപ്പം പഴയ കൂളന്റിന്റെ. അപ്പോൾ ഒരു മഞ്ഞ കളറാണ്, നല്ല അടിപൊളി സാധനം. ഞാൻ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയാണുള്ളത്. കൊണ്ടോട്ടി ടൗണിൻ്റെ അവിടെയാണ്. നമ്മൾ ബജാജിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് വന്നാട്ടോ. 1-2 സ്പെയർസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ എഞ്ചിൻ ഓയിൽ വാങ്ങിക്കാണ്. ഒരു വണ്ടിയുമ്പോൾ ചെറിയൊരു പണി എടുക്കാനുണ്ട്. വണ്ടി അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓയിൽ ഫിൽറ്റർ അങ്ങനെ കുറച്ച് കോമ്പണൻസ് വാങ്ങിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ടൂൾസും വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം. നമ്മളെ മിഞ്ഞാന്നത്തെ ആളുണ്ട് ഇവിടെ തിരിച്ചത്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ 1 ലിറ്ററും പിന്നെ 200 മില്ലിൻ്റെ 2 ബോട്ടിലും അങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങട്ടോ. അജിനാസേ, ഇന്ന് ഇവന്റെ വണ്ടിയാണ് നമ്മൾ സെറ്റാക്കാൻ പോണേ. എന്തായാലും ഇനി ഒരു ടൂൾസും പാടെ വാങ്ങിക്കാണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അക്രപൂച്ചത് അവിടെ വരുന്നുണ്ട്. എന്തായാലും അപ്പൊ ഏതായാലും നമ്മൾ ഇനി ടൂൾസൊക്കെ വാങ്ങി ഇനി പോവാ. ഇന്ന് നമ്മള് വർക്ക് ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാട്ടോ, മിസ്റ്റർ ടാർജറ്റ് പോയി. എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള പറഞ്ഞ എന്താ വെച്ചാല് ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ഉണ്ട്, പിന്നെ എയർ ഫിൽറ്റർ വരണം, ഫ്യൂൽ ഫിൽറ്റർ, പിന്നെ കിറ്റൊക്കെ ആകെ വൈബ്രേഷൻ ഉണ്ട്, അതൊന്ന് വാഷർ ഇട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ മെയിൻ ആയിട്ട് പിന്നെ ഇഗ്നിഷൻ കോയിലിന്റെ ഒരു അസംബ്ലി ചെയ്യണം. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് നോക്കാം നമുക്ക് നോക്കാം. നമ്മളെ പണി എന്തായാലും നല്ല മംഗളകരമായി തുടങ്ങട്ടെ. ആദ്യം മീറ്റർ പാനലുമ്പോ തുടങ്ങട്ടോ. ടൈം സ്ലാപ്പ് അല്ലേ? ടൈം സ്ലാപ്പ് അല്ല, ടൈം ലാപ്സ് ആണ്. ടൈം സ്ലാപ്പ് അല്ലേ? ടൈം ലാപ്സ്. ആൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഊരി. ഇനിയിപ്പോ എയർ ബോക്സിന്റെ ഇതും കൂടെ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ ബോഡി കിട്ടും. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇനി റീപ്ലേസ് ചെയ്യാണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എയർ ഫിൽറ്റർ.
ഞാനും വിചാരിച്ചു എയർ ഫിൽറ്റർ എങ്ങനെ കാണാതായിരുന്നു. ഇത് നോക്കിയ മൂസിയെ, ഇത് കാലിയാണ്. ഇന്ത്യയിൽ എന്ത് എടാ, ഇന്ത്യയിലെ അടിയൊക്കെ ഒരു പൈപ്പ് ഉണ്ട്. എന്തുകൊണ്ടാ സൗണ്ട്? ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിന്റെ സൗണ്ട് ഇല്ലാക്കും. അതുകൊണ്ടാണ് സ്പീഡ് പോകുമ്പോൾ സൗണ്ട്. ആ കുഴപ്പമില്ല. നിങ്ങളിത് കാണുക, നോക്കൂ. ഇതൊക്കെ എന്താടാ? മറ്റേ ജാസിന് വണ്ടി ചടച്ചു RS. എന്താണ് ഇതിന്റെ ഉള്ളിൽ കത്തിക്കണ പെട്രോള്? ഇത് നമ്മളെ പ്രൈമറി ഇഗ്നിഷൻ കോയിലാട്ടോ. അതായത് ഇതിന് സിംഗിൾ സ്പാർക്ക്, അത് മിഡിൽ സ്പാർക്കിലോട്ട് കൊടുക്കുന്ന ഇഗ്നിഷൻ കോയിലാണ്. ഇതെന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുന്നുണ്ട്, കാരണം വണ്ടിക്ക് കുറച്ച് മിസ്സിങ് ഉണ്ട്. പുതിയ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് പുതിയ സാധനം. ജസ്റ്റ് പഴയതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, നല്ല ചളിയുണ്ട്. പിന്നെ ഇതിന്റെ ക്യാപ്പ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, ക്യാപ്പും പുതിയ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഇതിന്റെ സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇതിന്റെ പഴയ സാധനം ക്യാപ്പ് എടുത്ത് ഊരി ഒഴിവാക്കിയതിനു ശേഷം പുതിയ സെറ്റ് ആക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പം ഏകദേശം ത്രോട്ടിൽ ബോഡി ഒക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ നമ്മുടെ ഇഗ്നിഷൻ കോയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ക്യാപ്സും ഒക്കെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ത്രോട്ടിൽ ബോഡി തിരിച്ചു കൊടുക്കിയിട്ടുണ്ട്. ഇനി എയർ ഫിൽറ്റർ ഒന്ന് മാറ്റണം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണം, പിന്നെ കൂളൻറ്റും അതും കൂടെ ഒന്ന് മാറ്റിയതിനു ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. പുതിയ സാധനം ഇത് മറ്റേ നോട്ടൊക്കെ ഈ പുതിയ പൈസ പുതിയ നോട്ടൊക്കെ ഏത്? അതവിടെ ഉണ്ട്, ആ എടുക്കാം. നമ്മളിപ്പോ ഈ വണ്ടിന്റെ ഫ്യൂൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പഴയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആൾമോസ്റ്റ് എല്ലാ പണിയും തീർന്നതുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഏതായാലും സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, പിന്നെ കൂളന്റ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കിയതിനു ശേഷം റീഫിൽ ചെയ്യണം. അതിന്റെ പ്രോസസ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ കേട്ടോ. നമ്മള് വണ്ടി അയക്കാൻ തന്നാ, അതും കഴിഞ്ഞാണ്ട് ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ എന്താ നമ്മളെ സ്കൂളിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, കൊട്ടുകാര് സ്കൂളിന്റെ അടുത്താ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പണികൾ. അപ്പൊ തുടങ്ങട്ടെ. എന്താ ഇതിനാസ അവസ്ഥ? നമ്മള് വണ്ടി പണിയെടുക്കാൻ വന്നാണ്ട് കൊണ്ടോട്ടിത്തെ ഫുഡ് കഴിക്ക്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സ്കൂൾ വിട്ട് പിള്ളേര് വരുന്നതിന് മുന്നേ വേഗം തീർക്കാം. എന്തായാലും നല്ല ചോദിച്ചു മടിപ്പിച്ചു. ഓക്കെ ഇങ്ങോട്ട് തിരിച്ചോ. ഫിൽറ്ററല്ലോ നല്ല കരിഞ്ഞ ഓയിലാണ്. ഇത് സ്ട്രെയിനർ, അത് ക്ലീൻ ചെയ്യാണ്ട്. എന്തായാലും നല്ല കരി ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ഓടി? ഏകദേശം 4500. 4000 ഓടിയില്ലേ?
ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യാം. 8ന്റെ ടീ സ്പാനർ ഇട്ടിട്ട് 4 തിരി ഇടിച്ചാൽ മതി. എന്തായാലും ഇതിലൂടെ നല്ല ഓയിൽ ലീക്ക് ചെയ്യും. ഇത് ഏത് കാലം റീപ്ലേസ് ചെയ്ത്? ഇത് റീപ്ലേസ് ചെയ്തിട്ട് 2-3 മാസമായിരുന്നു. 3 മാസം മാറ്റിയത് ഏത് ഫിൽറ്റർ അല്ലേ? ആ നല്ല ഗമ്മ. വേറെ രസകരമായ കാര്യം നമ്മളെ വണ്ടിയിൽ പിന്നെ ഇങ്ങനെ ഓയിൽ ഏകദേശം ചോർത്തി കളഞ്ഞിട്ടുണ്ട്. ഓയിൽ ഫിൽറ്ററിന്റെ അവിടെ നിന്നും ഓയിലൊക്കെ ഏകദേശം കളഞ്ഞു. ഇനി ഈ വണ്ടിയിൽ ഇതുവരെ കൂളന്റ് വാങ്ങിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്ത് ഇതുവരെ വെച്ചിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ ഏതായാലും നമ്മള് മോട്ടിയൂളിന്റെ കൂളന്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ജാഗ് കസ്റ്റംസ് പോയപ്പോ കിട്ടിയത് അവിടെ നിന്നുണ്ട്. കാരണം മൊത്തത്തിലൊരു മീറ്റപ്പ് നടക്കാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഒരു വണ്ടിയൊക്കെ കൂടെ. എന്തായാലും ഇനി നമുക്ക് കൂളന്റ് റീപ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ റേഡിയേറ്ററിന്റെ ഇതിന് താഴോട്ട് എഞ്ചിന്റെ സൈഡിലോട്ട് വരുന്ന ഈ വാൽവ് ഉണ്ട്, അതിന്റെ താഴെ ഒരു ഡ്രെയിൻ നെറ്റ് കാണാം, താഴോട്ട് ബേസ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളേതായാലും സാധാ സ്പാനർ ഇട്ടാണ്ട് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ അത് എക്സ്റ്റൻഷൻ ഇട്ടിട്ട് കൂടെ പൊട്ടിപ്പോയി. എന്തായാലും ശരിക്കും റിങ് ഇട്ടിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ റിങ് വാങ്ങിക്കൊണ്ടെന്ന് റിങ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. റിങ് അങ്ങനെ അപ്പൊ ഇത് ഏകദേശം ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും കുറച്ച് ഇതിന്ന് പോരും, പക്ഷെ ഫുള്ളായിട്ട് പോരൂല. ഇപ്പൊ ഈ നമ്മൾ ഈ ട്രെയിൻ നെറ്റ് ഊരി എടുത്തു കഴിഞ്ഞാലും കുറച്ച് കൂളന്റ് ഇത്തിരി ഇതിന്ന് ചാടും, പക്ഷെ ഫുള്ളായിട്ട് പോരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റേഡിയേറ്ററും ഈ ഒരു സാധനം എല്ലാം കൂടെ ഒരു പ്രഷറൈസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിന്റെ പ്രഷർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഈ റേഡിയേറ്ററിന്റെ ക്യാപ്പാണ്. ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ പ്രഷർ പോയിട്ട് സാധനമൊക്കെ കൂടെ ഇതിലൂടെ ചാടും. അതുവരെ ഈ സാധനം അങ്ങനെ ലീക്ക് ആവില്ല. ഇഷ്യൂസ് ഒന്നുമില്ല, ഉണ്ടോ? ചാടൂല. ഡ്രെയിനിട്ട് ഊരി കഴിഞ്ഞാൽ എന്തായാലും വെള്ളം വരില്ല. നമ്മൾ ഈ റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഊരാൻ പോവാണ്. റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഈ കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രഷർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ട് ട്രെയിൻ ഹോളിൽ കൂടെ സാധനം വരും. അപ്പൊ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹോട്ടായി നിൽക്കുന്ന സമയത്ത്, അതായത് വണ്ടി നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യരുത്. സാധനം പൊട്ടി അടപ്പ് മേലോട്ട് തരും. അപ്പൊ വണ്ടി ഒന്ന് ഇത്തിരി കൂളായി വെച്ചതിന് ശേഷം മാത്രം ഇത് തുറക്കുക. ചോർത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് 1.2 ലിറ്ററിന്റെ ബോട്ടിൽ ഏകദേശം 1 ലിറ്ററോളം കിട്ടി. ഇത്തിരി ഒന്ന് ചിന്തിപ്പോയി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓയിൽ ഫിൽറ്റർ ഏതായാലും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പഴയത്, നല്ല കരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് പുതിയത് ഒഴിക്കാം. നമ്മളെ KTMന്റെ ഓയിൽ ഫിൽറ്ററിന്റെ കവർ, പുതിയ സാധനം. തമ്മിലുള്ള വ്യത്യാസം നോക്കിയാ, ഒന്ന് ഇതിന്റെ ഈ ഓട്ടുള്ള ഭാഗം ഉള്ളിലോട്ട് ആക്കിയിട്ടാണ് ഇടേണ്ടത്. കയറ്റുക, അമർത്തി വെക്കുക. നമ്മളെ KTMന്റെ ഓയിൽ ഫിൽറ്ററിന്റെ ക്യാപ്പ് ഇടുക. ഡ്രെയിൻ നെറ്റും എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഈ ബജാജിന്റെ ഓയിൽ ഒഴിക്കാൻ പോവാണ്. എഞ്ചിൻ ഓയിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യണം, പക്ഷെ അത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു വട്ടം കൂളന്റ് ഈ റേഡിയേറ്റർ മൊത്തത്തിൽ നിറക്കാൻ പോവാം. അതായത് കൂളിംഗ് സിസ്റ്റം മൊത്തത്തിൽ വാട്ടർ, സാധാ വെള്ളം അത് വെച്ചിട്ട് ആദ്യം ഉണ്ടായിരുന്ന ഇതിന്റെ ഡെപ്പോസിറ്റുകളും ആദ്യമുള്ള കൂളന്റിന്റെ ബാക്കിയുള്ള അംശങ്ങളും ഒക്കെ ഒരു വട്ടം വണ്ടി റൺ ചെയ്തതിനു ശേഷം നമ്മൾ ഈ സാധനം പിന്നെ ഒഴിവാക്കും. അതിനുശേഷമാണ് ഒരു റൗണ്ട് ഈ സാധനം അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയ മോഡ്യൂളിന്റെ ആയിട്ടുള്ള കൂളന്റ് എടുത്ത് ഒഴിക്കുക. ഒഴിച്ച് ഫില്ലാക്കട്ടെ.
ഏതായാലും വർക്ക് ഏകദേശം തീർത്തിട്ടുണ്ട്. കൂളന്റ് റീഫിൽ ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാ. തുടങ്ങിക്കോ. ഭാഗ്യത്തിന് വണ്ടി അടിച്ചു പോയിട്ടില്ല. അവന്റെ മുഖം നോക്കിയാ. നമ്മളാ പഴയ ആ ഒരു ബാസുള്ള സൗണ്ട് ഇട്ടിട്ടുണ്ട്. എഞ്ചിന്റെ നോയ്സ് കുറഞ്ഞില്ലേ കുറച്ച്? ആയിക്കോട്ടെ, നീ ബാക്കി പണികൾ തീർക്കാം. നമ്മളെ വണ്ടി കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം ഇവിടെ നമ്മുടെ പഴയ കൂളന്റും നമ്മളിപ്പോ പുതിയ വെള്ളം ഒഴിച്ചല്ലോ, ആ വെള്ളമാണ് നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അതിന്റെ ഒപ്പം പഴയ കൂളന്റിന്റെ അംശങ്ങൾ ഒപ്പം ഒഴുകി പോരുകയാണ്. അപ്പൊ ഇതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വട്ടം കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഒന്ന് സർക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒഴിവാക്കിയിട്ട് പുതിയ നമ്മളെ മോട്ടോറിന്റെ ഈ കൂളന്റ് വെക്കും. 2 വട്ടം സാധാ വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ റേഡിയേറ്റർ ഈ ഒരു കൂളിംഗ് സിസ്റ്റം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ മോട്ടോറിന്റെ മോട്ടോ കൂൾ എക്സ്പേർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. 440 രൂപയാണ് വില. അപ്പോൾ ഒരു മഞ്ഞ കളറാണ്, നല്ല അടിപൊളി സാധനം. ഞാൻ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ്. ഏകദേശം 20,000 കിലോമീറ്റർ മുതൽ. അന്ന് ഞാൻ എൻ്റെ മുഴുവൻ ഫ്ലഷ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തതാണ്. ഈ വണ്ടിയിൽ മുഴുവൻ മോട്ടോറിന്റെ പവറാണ്, എക്സെപ്റ്റ് എഞ്ചിൻ ഓയിൽ. ഇത് ഫില്ലാക്കി കൊടുക്കാം. ഇത് ഏകദേശം 1 ലിറ്ററാണ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുക. 450 രൂപയുടെ ബോട്ടിൽ 1 ലിറ്ററാണ് നമ്മളെ വണ്ടിക്ക് ആകെ ആവശ്യമുള്ളത്. ഏകദേശം ഈ റിസർവോയറിന്റെ പകുതി വരെ ഈ സാധനം ഉണ്ടാവും. അത് മതി. ഏകദേശം റേഡിയേറ്ററിന്റെ ഭാഗം മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഈ റിസർവോയർക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് വീട്ടിൽ വെച്ച് ചെയ്യുന്നൊരു വർക്കായതുകൊണ്ടും പിന്നെ വണ്ടി ഇവിടെ വെച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും നമ്മൾ ഇന്നത്തെ പണികൾ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതിനുശേഷം വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ വണ്ടിക്ക് ആവശ്യത്തിനുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട്, നല്ല മാറ്റമുണ്ട്. ഇനിയും കുറച്ച് പണികൾ കൂടെ പെൻഡിങ് ഉണ്ട്. അത് അടുത്തൊരു ദിവസം വണ്ടിയായിട്ട് വന്നിട്ട് നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ അന്ന് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എപ്പിസോഡായിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ വണ്ടിയിൽ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പുതിയ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.